വാർത്തകളിലേക്ക്. ഹോർമുസിൽ എണ്ണക്കപ്പലിന് തീപിടിച്ചു. മൈനിലിടിച്ചാണ് കപ്പലിന് തീപിടിച്ചത്. നിർദ്ദിഷ്ടമായിട്ടുള്ള പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഹോർമൂസിലൂടെ സഞ്ചരിച്ച ഒരു ടാങ്കർ കപ്പലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമൂസിൽ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം വൻതോതിൽ ഈ ലാൻഡ് മൈനിങ്, ഫ്ലോട്ടിംഗ് മൈനുകൾ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏതോ ഒരു മൈനിൽ തട്ടിയാണ് ഇത്തരം അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ഇറാൻ അനൗദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഔദ്യോഗിക വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കപ്പലിൽ തട്ടിയതൊരു മൈനാണ്, അതുകൊണ്ട് തന്നെ മൈൻ പൊട്ടിത്തെറിക്കുകയും സ്വാഭാവികമായും എണ്ണ ടാങ്കറിന് വൻതോതിൽ തീപിടിക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തോതിൽ തീ പടർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, ഈ കപ്പലിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അത് ഏത് രാജ്യത്തിൻ്റെ ടാങ്കറാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് ഹോർമുസ് തുറക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ആ തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടി ചർച്ചകൾ ഒമാൻ ആരംഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇത് ആക്രമിച്ചതല്ല, മറിച്ച് തെറ്റായ ദിശയിൽ, അതായത് ദക്ഷിണ ഭാഗത്തൂടെ സഞ്ചരിക്കണമെന്നാണ് നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന നിർദ്ദേശമെങ്കിൽ ആ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഞ്ചരിച്ച, പാത തെറ്റി സഞ്ചരിച്ച കപ്പലിലാണ് ഇങ്ങനെ മൈൻ ഇടിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കപ്പലിനെ തുടർന്ന് യാത്ര നടത്താൻ സാധിക്കാത്തത്രയും രീതിയിൽ അതിന് തകർച്ച സംഭവിക്കുകയും തീപിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആളപായം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഹോർമൂസിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ചർച്ചകൾക്കെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന കൃത്യമായ നിലപാട് അമേരിക്ക അറിയിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് ഗൗരവതരമായിരിക്കും. മൈനുകൾ മാറ്റണമെന്ന ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ കൂടി ഇറാൻ അതിന് തയ്യാറായിരുന്നില്ല. ആ മൈനുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നത് സമാധാന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ശരി, ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.